KSRTC പെൻഷൻകാർ സമരത്തിലേക്ക്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ഓണം ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ സർക്കാർ നേരിട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 21 മുതൽ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജില്ലാതല സത്യാഗ്രഹം 16-ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ നടക്കും. സംസ്ഥാനത്തെ KSRTC പെൻഷനർമാർ സമരത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 21 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കും. ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാതല സത്യാഗ്രഹം 16-ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുടക്കിയ ഓണ അലവൻസ് തരാതെ ഗവൺമെൻറ് ധനകാര്യ വകുപ്പിൽ നിന്ന് ഓർഡർ ഇറങ്ങിയിട്ടും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഈ ഓണം അലവൻസ് അനുവദിച്ച ഓണം അലവൻസ് പോലും നൽകാതെ ആണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. അപ്പം 6 വർഷം പിന്നിടുന്നു ഞങ്ങൾക്ക് ഓണം അലവൻസ് തരുന്നു. ഇന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വന്ന് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളി വിഭാഗത്തിലും ഒക്കെ അലവൻസ് കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന 1000 രൂപ ഉത്സവ ബത്ത പോലും തരാറില്ല. അതേപോലെ തന്നെ ഈ KSRTC പെൻഷൻ ഓർഗനൈസേഷനിൽ എക്സ് ഗ്രേഷ്യ പെൻഷൻകാർ 1350 രൂപ മുതലാണ് വാങ്ങുന്നത്. ഒരു മാസത്തെ പെൻഷൻ 1350 രൂപ മുതൽ വാങ്ങുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 21-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി 16-ാം തീയതി ഈ മാസം 16-ാം തീയതി ജില്ലാതലത്തിൽ സമരം നടത്തുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ ആലപ്പുഴയിൽ ജില്ലയിൽ നിന്നുള്ള മുഴുവൻ പെൻഷൻകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു. സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ എച്ച് സലാം MLA ആണെന്ന് അറിയിക്കുകയാണ്. ജില്ലയിലെ മുഴുവൻ KSRTC പെൻഷൻകാരും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. KSRTC രൂപീകരിച്ച കാലം മുതൽ മാനേജ്മെന്റ് സർക്കാരിന്റെ അനുമതിയോടുകൂടി തൊഴിലാളി സംഘടനകളുമായുള്ള കരാർ പ്രകാരമാണ് ശമ്പളവും ഒപ്പം പെൻഷനും പരിഷ്കരിച്ച് നൽകി വരുന്നത്. എന്നാൽ 4 വർഷമായി KSRTCയിൽ പെൻഷൻകാരെ ഒഴിവാക്കി ശമ്പള പരിഷ്കരണം മാത്രമാണ് നടത്തുന്നത്. ഈ അന്യായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഡിസംബർ 3 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിവന്ന പെൻഷൻകാരുടെ അനിശ്ചിതകാല സമരം 36 ദിവസം പിന്നിട്ടിരുന്നു. എന്നാൽ സമരപന്തലിലെത്തിയ LDF ഏകോപന സമിതി കൺവീനർ സമരം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും 37-ാം ദിവസം ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയെ തുടർന്ന് സമരം നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. അനുരഞ്ജന ചർച്ചയിൽ അടിയന്തരമായി പെൻഷൻ പരിഷ്കരണം നടത്താമെന്ന് ധാരണയുണ്ടായതാണ്. എന്നാൽ 9 മാസം പിന്നിട്ടിട്ടും ഈ കാര്യത്തിൽ യാതൊരു തീരുമാനവും വന്നിട്ടില്ല. ഈ വർഷത്തെ ഓണം ഉത്സവബത്ത പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് 2025 ജനുവരിയിൽ നിർത്തിവെച്ച സമരം പുനരാരംഭിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്യും. സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥപിള്ള മുഖ്യപ്രഭാഷണം നടത്തും. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ഓണ ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം തുടങ്ങുക, പെൻഷൻ സർക്കാർ നേരിട്ട് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്നും ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് A അലിക്കുഞ്ഞ്, ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, ജില്ലാ ഖജാൻജി VP ബാലചന്ദ്രൻ, മറ്റ് നേതാക്കളായ G താണി, ബേബി പാറക്കാടൻ, വി രാധാകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.